ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെണ്ടയ്ക്ക കൊണ്ടൊരു ഫ്രൈ ആയാലോ. അപ്പോൾ നമുക്ക് നോക്കാം ഇതിന് എന്തൊക്കെയാണ് ആവശ്യം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ വെണ്ടയ്ക്ക ഞാനിവിടെ 1/2 കിലോ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ വാഷ് ചെയ്ത് ഇതിനെ ഞാൻ 2 പീസസ് ആയിട്ട് ഇതിനെ കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് സൈസിൽ വേണമെങ്കിലും ഇതിനെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അത് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലും കൊടുത്തുവിടാൻ പറ്റിയ വളരെ ഈസി ഒരു ടേസ്റ്റി റെസിപ്പിയാണ്. വെണ്ടയ്ക്ക പലപ്പോഴും ഉണ്ടാക്കുമ്പോൾ പലപ്പോഴും നമുക്കത് ശരിയാകാറില്ല. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഇവിടെ വെണ്ടയ്ക്ക ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവ് ഈ വെണ്ടയ്ക്കയിൽ ഇട്ട് കൊടുക്കണം. അതുപോലെ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കണം സ്വാദിന് വേണ്ടി. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ കടലമാവ് എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ലാസ്റ്റ് കാണാം എന്തിനാണ് ഈ കടലമാവ് ഉപയോഗിച്ചാലുള്ള ഗുണമെന്ന്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം. അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഇവിടെ ഒരു പാൻ ഞാൻ വെച്ചു. ഈ കടായിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ ഒന്നുകൂടെ ടേസ്റ്റിയാണ്. ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കടുകൊന്നുമല്ല ആഡ് ചെയ്യേണ്ടത്, ജീരകമാണ്. ചെറിയ ജീരകമാണ്. ഇതിനകത്തോട്ട് ഞാൻ 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടു. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. വെളുത്തുള്ളി ചെറിയ പീസസ് ആയിട്ട് ഞാൻ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 5-6 വെളുത്തുള്ളി ഉണ്ട്. അതുപോലെ സവാള ഇവിടെ എടുത്തിട്ടുണ്ട്. സവാളയും ഒരു വലിയ സൈസ് സവാള നമുക്ക് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇതിനെ സ്മൂത്താക്കി എടുക്കാം. ഇതിനൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടാണ്. ഉള്ളി പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ടു. ഇനി നമുക്ക് ആവശ്യം കായമാണ്. ഒരു പിഞ്ച് കായം കൂടെ ഇട്ട് കൊടുക്കുക. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ വെണ്ടയ്ക്ക ഫ്രൈ ആണ്. അപ്പം ഇതിലേക്ക് ഞാൻ എൻ്റെ സ്റ്റൈലും കൂടെ ആണിത് ഉണ്ടാക്കിയേക്കുന്നത്. ഒരു വെറൈറ്റി ആയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി പല രീതിയിലാണ് നമ്മൾ പല സ്ഥലത്തും ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് വേണം ഇതിനെ നമുക്ക് നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അധികം ഓയിലൊന്നും വേണ്ട. ഓയിൽ ഡീപ്പ് ചെയ്ത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനെ ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. കടലമാവ് ഇട്ടതിൻ്റെ ഉദ്ദേശം നമ്മൾ വെണ്ടയ്ക്കയിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ ഇതിൽ വെള്ളം പോലെ ഇങ്ങനെ ഒട്ടുന്ന പോലെ വരത്തില്ലേ. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് കടലമാവ് ഇതിലേക്ക് യൂസ് ചെയ്തേക്കുന്നത്. ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡറാണ്, അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. എത്ര വെണ്ടയ്ക്ക എടുക്കുന്നോ അതനുസരിച്ച് വേണം മസാല കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി ഒരു പ്രാവശ്യം നിങ്ങൾ വീട്ടിൽ കൊടുത്തു നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ഒരു വെറൈറ്റി വെണ്ടയ്ക്കയുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിനു മുമ്പേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയറും കൂടെ ചെയ്യുക. പുതിയ കൂട്ടുകാരാരെങ്കിലും എൻ്റെ ചാനലിൽ ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ഇഷ്ടമുണ്ടെങ്കിൽ, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ നോക്കി വെണ്ടയ്ക്ക ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് നമ്മളിതിന് നല്ലതുപോലെ പറ്റി അധികം സമയമൊന്നും എടുക്കത്തില്ല. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. നമ്മൾ ഒത്തിരി നേരം ഇതിന് ഫ്രൈ ചെയ്തുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല. കടലമാവ് ഇട്ടുകൊണ്ട് എളുപ്പമാണ് ഇത് ഫ്രൈ ആയി കിട്ടുന്നത്. അപ്പോൾ നോക്കി എത്ര പെട്ടെന്നാണ് ഇവിടെ നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ റെഡി ആയത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. വീണ്ടും കാണാം പുതിയ റെസിപ്പിയായി. അപ്പോഴത്തേക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.